എപ്പോഴെങ്കിലും ഒന്ന് പിടക്കണം. അതിന് ഏറ്റവും നല്ലത് ഖുർആനൊക്കെ ഒന്ന് ഓതണം. കാരണം ഖുർആൻ ഓതുമ്പോൾ ഹൃദയം പിടക്കുന്നതാണ് അല്ലേ? അല്ലാഹു നസ്സല അഹ്സനൽ ഹദീസി കിതാബൻ മുതശാബിഹൻ മസാനിയ തഖ്ശഇറു മിൻഹു ജുലൂദുൽ ലദീന യഖ്ശൗന റബ്ബഹും ثم تلين جلودهم وقلوبهم إلى ذكر الله ذلك هدى الله يهدي به من يشاء ومن يضلل فما له من هاد. അല്ലാഹു ഏറ്റവും സുന്ദരമായ വർത്തമാനം അവതരിപ്പിച്ചു തന്നു. ഏതാ സുന്ദര വർത്തമാനം? ആ വർത്തമാനത്തിന്റെ പ്രത്യേകത അത് ആവർത്തിച്ച് നിങ്ങളെ കാര്യങ്ങളെ ബോധ്യപ്പെടുത്തുന്നതാണ്. എന്നാലോ അത് പാരായണം ചെയ്യുകയും കേൾക്കുകയും ചെയ്യുന്നവന് പടച്ചവനെ പേടിക്കുന്നവന്റെ അവന്റെ ചർമ്മങ്ങൾക്ക് പോലും ആർദ്രതയുണ്ടായി പോകും, അവന്റെ തൊലി പോലും ചുരുണ്ടുപോകും. അവന്റെ ചർമ്മങ്ങൾക്കും ആർദ്രത വരും, അവന്റെ ഹൃദയത്തിനും ആർദ്രത വരും. ഇലാ ദിക്രില്ലാഹ്, അല്ലാഹുവിനെ ഓർത്തിട്ട്. അതുകൊണ്ട് ഓതണം, പരിശുദ്ധ ഖുർആനിനെ പാരായണം ചെയ്യണം. മുഹമ്മദ് മുസ്തഫ കേൾക്കാൻ ആഗ്രഹിച്ചു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് തങ്ങളോടാണ് പറഞ്ഞത്, അബ്ദുല്ലാ ഒന്ന് ചെയ്തു തരുമോ? ഒന്ന് കേൾക്കണം, പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തു തരണം. അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, അഖറഉ അലൈക യാ റസൂലല്ലാഹ്, നബിയെ അങ്ങക്ക് ഞാൻ ഓതിത്തരുകയോ? വഖദ് ഉൻസില അലൈക, നബിയെ അങ്ങക്കല്ലയോ ഈ ഗ്രന്ഥം അവതരിക്കപ്പെട്ടത്, അങ്ങക്ക് ഞാൻ ഓതിത്തരുകയോ? സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അബ്ദുല്ലാ ഉഹിബ്ബു അൻ അസ്മാ മിൻ ഗൈരി, പരിശുദ്ധ ഖുർആൻ മറ്റൊരാളിൽ നിന്ന് കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് തങ്ങൾ ഇങ്ങനെ ഓതി സൂറത്തുന്നിസാ ഓതി വന്നിട്ട് അല്ലാഹുവിൻ്റെ റസൂൽ സാക്ഷിയാകുന്ന ഒരു സമയത്തെക്കുറിച്ച് പറയാണ്. വകൈഫ്, നബിയെ എന്താണ് അങ്ങ് മനസ്സിലാക്കിയത്? അങ്ങ് ഈ ജനതക്ക് മുഴുവനും പ്രവാചകന്മാർക്കും സാക്ഷിയായി അള്ളാഹുവിൻ്റെ മുമ്പിൽ വന്നു നിൽക്കുന്ന നേരത്തെക്കുറിച്ച് ആ ഖുർആനിക പാരായണം നടന്നു പോകുമ്പോഴേക്കും അടുപ്പത്ത് വെച്ചു പോയ പാത്രം ഇങ്ങനെ തിളക്കുമ്പോഴുണ്ടാകുന്ന ശബ്ദം പോലെ വിതുമ്പിയിട്ട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മതി മതി അബ്ദുല്ലാ എന്ന് പറയുന്ന രംഗം. അതുകൊണ്ട് ഖുർആൻ പാരായണം ചെയ്യണം, ഇസ്തിഗ്ഫാർ ചെയ്യണം. അപ്പോഴോ യുർസിലിസ് സമാ അലൈക്കും മിദ്റാറ, അള്ളാഹു മഴ പെയ്തു തരും, മക്കളെ തരും, സമ്പത്ത് തരും, കൃഷി തരും, അത് പൂക്കും, വെള്ളം ഉണ്ടാവും. ഇതൊക്കെ ഖുർആനാ പറഞ്ഞത്, ഖുർആൻ പറഞ്ഞതാണ്. അതുകൊണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെ ശരിയാ